മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. രാവിലെ ജസ്റ്റ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് എന്താ നോക്കാം. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തായിരിക്കും? 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. 9 ഓഫ് സോർഡ്സ് ആൻഡ് ചാരിയറ്റ്. പ്ലാനിങ്. ഇവിടെ എനിക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാർഡാണ്. പക്ഷെ അതിൻ്റെ കൂടെ വന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. 10 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 9 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇതെവിടെ ഫാമിലിയെ കുറിച്ചുള്ള ഒരു ടെൻഷൻ എന്ന രീതിയിൽ പറയാം. ഓക്കെ, അതൊരു യാത്ര പോകുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കാം. യാത്രയുടെ പ്ലാനിങ്, അതിനെക്കുറിച്ച് മേ ബി ഫാമിലി, നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ആയിരിക്കാം. അല്ലെങ്കിൽ യാത്ര, മൂവ്മെൻറ്റ്, രണ്ടും ഒരേ കാർഡാണ് വന്നത്. ചോയ്സ്. ഓക്കെ, എംപറർ. ഓക്കെ, ഇവിടെ അഗെയിൻ ഒരു ചോയ്സിനെ കുറിച്ച് കാണുന്നുണ്ട്. എനിക്ക് മേ ബി ഒരു ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ടെൻഷൻ. ഓക്കെ, പോണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞ പോലെ ഒരു ടെൻഷൻ കാണുന്നുണ്ട് ഇവിടെ. ഫാമിലിയുടെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫാമിലി വേണോ, കരിയർ വേണോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഫാമിലിയെ വിട്ട് നിൽക്കേണ്ട വല്ല അവസ്ഥകൾ ഉണ്ടാവാം ജോലിക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയെ വിട്ട് പോകണം എന്ന രീതിയിൽ വല്ല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ഒരു യാത്രയാണ് എനിക്ക് കാണുന്നത്. ചിലപ്പോൾ അത് അബ്രോഡ് പോകുന്ന കാര്യങ്ങളായിരിക്കാം, പഠിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ട്രാവലിങ്, എവിടെയെങ്കിലും പോകണം എന്ന രീതിയിൽ. പക്ഷെ അതിന് ഒരു കുറച്ച് സ്ട്രെസ്സ് കാണുന്നുണ്ട്, ടെൻഷൻ കാണുന്നുണ്ട്. പോകാൻ പറ്റുമോ പറ്റില്ലേ, അല്ലെങ്കിൽ പോകണോ വേണ്ടേ എന്നുള്ള ചിന്ത. എനിക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് മുന്നോട്ട് പോവോ എന്നുള്ള ചിന്തയായിരിക്കാം. ഒരു ടെൻഷൻ, വറി എന്ന രീതിയിൽ കാണുന്നുണ്ട്. കൺഫ്യൂഷൻ കാണുന്നുണ്ട് മൈൻഡിൽ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ചില കൺഫ്യൂഷൻ. അപ്പം ഇന്ന് ഐ തിങ്ക് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ എന്ന രീതിക്ക് കണക്കാക്കാം. മേ ബി ഫാമിലിയിൽ ഡിസ്കഷൻസ് ആയിരിക്കാം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇന്നൊരു ലേശം സ്ട്രെസ് അടിക്കുന്ന പോലെ, പക്ഷെ നല്ല കാര്യത്തിനാണ്. ഓക്കെ, നല്ല കാര്യങ്ങളാണ് വരുന്നത്. ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള ട്രാൻസ്ഫർ ആയിരിക്കാം, മാറ്റമായിരിക്കാം, സ്ഥലം മാറ്റമായിരിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്തുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. എന്നിട്ട് പോകണോ വേണ്ടേ, അല്ലെങ്കിൽ പോയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെറിയൊരു ടെൻഷൻ ഇവിടെ കുറച്ച് ഓവർ സ്ട്രെസ്സായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈ സ്ട്രെസ്സ് നമ്മൾ പറയില്ലേ, കുറച്ച് അനാവശ്യമായ ചിന്തകളാണ്. അതായത് എന്തെങ്കിലും പറ്റിയാലോ, എന്തെങ്കിലും ആയാലോ, നടന്നില്ലെങ്കിലോ, വേണോ, അങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോവാം. എനിക്ക് അത് ആലോചിച്ച് രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുന്ന തരത്തിൽ, മേ ബി ഇന്നലെ രാത്രി നിങ്ങൾ ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട്. ഓക്കെ, എംപറർ വീണ്ടും ഒരേ കാര്യമാണ് വരുന്നത്, സെയിം തിങ്. ഒരു പാരൻസിനെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ കൺസേൺ, അങ്ങനെയും പറയാം. കാരണം ഇവിടെ ക്വീൻ ഓഫ് വാട്ടറും ഉണ്ട്, എംപററും ഉണ്ട്. ഇത് പാരൻസിനെ കുറിച്ചുള്ള വല്ല കൺസേൺ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയും ആവാം. ഓക്കെ, ചിലവർക്ക് എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. ഒന്നുകൂടി കാർഡ് എടുത്തേക്കാം. 7 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 6 ഓഫ് ഫയർ. ഓക്കെ, അഗെയിൻ എനിക്കിത് ഓക്കെ, 7 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യത്തിൻ്റെ ആയിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഐ തിങ്ക് അത് ആലോചിച്ച് നിങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഒന്നാമത് നടക്കാത്ത മീൻസ് അത് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. സക്സസ് വരുന്നുണ്ട് എന്തായാലും. നിങ്ങൾക്ക് ഈ ഒരു യാത്ര നിങ്ങൾക്ക് നല്ലതായിരിക്കും. യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വരും എന്ന രീതിയിൽ പറയാം. നിങ്ങളുടെ ടെൻഷൻസ് മാറും എന്ന് പറയാം. ഫാമിലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വറിയൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയുടെ നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഐ തിങ്ക് ആ ഒരു ലേശം നിങ്ങൾ സ്ട്രെസ്സിലും കാര്യത്തിലും ആയിരിക്കും. ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ടാവാം ഫാമിലിയിൽ മേ ബി. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ടെൻഷൻ എന്ന രീതിയിലാണെന്ന് എനിക്ക് കാണുന്നത്. പക്ഷെ അതൊരു യാത്രയെക്കുറിച്ച്, ഇതും ആക്ച്വലി സക്സസ് പറയും, അല്ലെങ്കിൽ യാത്ര എന്ന് തന്നെയാണ് ഇതും. 2-3 കാർഡ്സ് യാത്രയെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് നല്ലതായിരിക്കുമോ പോയാൽ, അങ്ങനെ ഡൗട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എപ്പോഴാണ് ഇതൊന്ന് നടക്കുക എന്ന രീതിക്കുള്ള വെയിറ്റിംഗ് ആയിരിക്കും, അതിൻ്റെ ടെൻഷൻ ആയിരിക്കാം. സോ കുറച്ചൊരു ടെൻഷൻ, നിങ്ങൾ ടെൻഷൻ ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ശരിക്കും അങ്ങനെ ജെനുവിൻ കൺസേൺ എന്നുള്ള കാര്യമല്ല. ഓക്കെ, അതാണ് ഞാൻ പറയാൻ വന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യമോ ടെൻഷനുള്ള കാര്യമോ അല്ല. ബട്ട് ഐ തിങ്ക് നിങ്ങൾ വെറുതെ ആലോചിച്ച് ഇന്നത്തെ ദിവസം കുറച്ചൊരു ടെൻഷൻ കൂട്ടാനുള്ള ഒരു സാധ്യതയാണ്. ബട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് വളരെ പോസിറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾ ചോയ്സ്, നിങ്ങളൊരു തീരുമാനം എടുക്കാനുള്ള ചില കൺഫ്യൂഷൻസ് ആയിരിക്കും ഇന്നത്തെ ദിവസം. ഓക്കെ, എല്ലാം പക്ഷെ നല്ല ഇനായിരിക്കും, ടെൻഷൻ വേണ്ട. ഓക്കെ, ഓക്കെ ആവും സിറ്റുവേഷൻ എന്ന് പറയാം.
ഓക്കെ, അഡ്വൈസ് കൂടി എടുത്തേക്കാം. ഗൈഡൻസ് നമ്മുടെ യൂണിവേഴ്സിന് ഗണേശ മെസ്സേജ് എന്താ പറയുന്നത്? ഓപ്പൺനെസ്, ബ്ലെസ്സിങ്സ്, വെരി ഗുഡ്. എംപവർമെൻറ്റ്, സ്പ്ലെൻഡർ ആൻഡ് പെർസിവിയറൻസ്. ഓക്കെ, ഡിറ്റർമിനേഷൻ, ഇത് എപ്പോഴും ഒന്നിച്ച് വരുന്നുണ്ട്. ഗുഡ്. എനിവേ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യേണ്ട. ഇപ്പം എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ട. ഓക്കെ, അത് കുറച്ച് സ്ലോ ആയിട്ടായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും വരും. ഓപ്പൺനെസ് പറയുന്നുണ്ട്, എന്തും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, കുറച്ച് ഓപ്പൺ മൈൻഡോടെ ഇരിക്കുക. ഓക്കെ, ഒരു റെസ്ട്രിക്ഷൻസ് ആലോചിക്കേണ്ട. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മൈൻഡിനെ നിങ്ങൾ തന്നെ റെസ്ട്രിക്ട് ചെയ്യേണ്ട. ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് എംപവർമെൻറ്റ് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു കറേജ്, നിങ്ങൾ കറേജ് വെക്കുക, നിങ്ങൾ ധൈര്യം വെക്കുക, ധൈര്യത്തോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ, അതായത് വിടാതെ നിങ്ങൾ പരിശ്രമിക്കുക. ഓക്കെ, പരിശ്രമം നിങ്ങളുടെ തുടരുക. ഓക്കെ, ആൻഡ് സ്പ്ലെൻഡർ എന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതാണ്. ആൻഡ് 5 നമ്മൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് പോലെയാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഹാപ്പി ഫാമിലിയാണ്. ഓക്കെ, ഫാമിലിയുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഫാമിലി നല്ല രീതിക്ക് പോവുക, നിങ്ങൾക്ക് സന്തോഷങ്ങൾ കിട്ടുക, എല്ലാം നമ്മൾ പ്രത്യേകിച്ചും മണി വൈസാണ് അത് പറയുക. സോ അത് നിങ്ങൾക്ക് വരും, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ മേ ബി അതിന് സമയം എടുക്കുന്നുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നടക്കുമോ നടക്കില്ലേ എന്ന ടെൻഷൻ ഇന്നത്തെ ദിവസം ഐ തിങ്ക് കുറച്ചൊരു വറി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ബട്ട് മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക, നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഈ യൂണിവേഴ്സിറ്റി ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട. ഓക്കെ, അതാ പറയുന്നത്, നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട, സിറ്റുവേഷനെ നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾക്ക് നല്ലത് വരാനുള്ള ബ്ലെസ്സിങ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല വഴിയിൽ നിങ്ങളെ കൊണ്ടുപോകുള്ളൂ, പേടിക്കേണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് എന്തായാലും പറയുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.